പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 18-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത് സന്തോഷത്തോടെ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആമേൻ. അടുത്ത സമയങ്ങളിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഒരുമിച്ച് സ്തോത്രം പറയുവാൻ കർത്താവ് ഒരു അവസരം തന്നിരിക്കുക. നമുക്ക് പല ഭവനങ്ങളിലിരുന്ന്, പല രാജ്യങ്ങളിലിരുന്ന് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന പ്രിവിലേജ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ആമേൻ, നല്ലവനായ ദൈവത്തെ സന്തോഷത്തോടെ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാൽ അല്പസമയം സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഒന്നോർത്ത്, കഴിഞ്ഞ പകൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരാമായിരുന്നു. അതിൽ നിന്നൊക്കെയും നമ്മളെ ദൈവം വിടുവിച്ചു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സൂക്ഷിച്ചു. ഇന്നലത്തെ നമ്മുടെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തു. എല്ലാത്തിനും കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം. കരമുയർത്തി പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തി അതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായിട്ടാണ് നടത്തുന്നത്, അതിശയകരമായിട്ടാണ് നടത്തുന്നത്, ശ്രേഷ്ഠമായിട്ടാണ് നടത്തുന്നത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ കൽപ്പിച്ചാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 29-ാം സങ്കീർത്തനത്തിൽ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. കർത്താവിന് സ്തോത്രം പറയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ആമേൻ ഒരുങ്ങുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി പ്രാർത്ഥനയിൽ നടക്കും. പ്രാർത്ഥിക്കുന്ന ഭവനത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്നവർ ഉയർച്ച പ്രാപിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കർത്താവേ, ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അതിന്മേൽ അത്ഭുതം ചെയ്യുന്ന ഒരുവനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമേൻ, അമേൻ, അമേൻ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഭയങ്കര ദൈവപ്രവൃത്തി ലോകവ്യാപകമായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അമേൻ, ശാരീരിക വൈകല്യത്താൽ കഴിയുന്നവർ, ആരോഗ്യ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ, രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഹല്ലേലൂയ, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കൊടുത്തതിന് സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വയറിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ സൗഖ്യം അതിന്മേൽ വരട്ടെ. ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ, ആമേൻ, ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് ആമേൻ, യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
അതുപോലെ കർത്താവെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ഭവനത്തിലെയും കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും ആ കുഞ്ഞുങ്ങളുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഒരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ ഉണർവുണ്ടാകട്ടെ. ആമേൻ. സഭകൾ വേഗത്തിൽ ആമേൻ വളർന്ന് പന്തലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായ ഒരു ഉണർവിന് അത് കാരണമായി തീരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തിങ്കളും ബുധനുമാണ് നമ്മുടെ അടുത്ത മീറ്റിങ്ങുകൾ. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ 20-ാം തീയതിയും 23-ാം തീയതിയുമാണല്ലോ, അതിനുവേണ്ടി 22-ാം തീയതിയുമാണല്ലോ, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മളെ ഈ വർഷം ഇയർ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന, ദൈവിക അനുഗ്രഹം അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമാണ്. എല്ലാം ദൈവിക അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വർഷം. നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും അത് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. അബ്രഹാമിന് 99 വയസ്സെന്ന് പറഞ്ഞാൽ ആമേൻ, അബ്രഹാമിന് കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ആമേൻ എല്ലാ റിസോഴ്സുകളും എല്ലാം അറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നത്. എന്നിട്ട് പറയുക, സാറായിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധ്യതയില്ലാത്ത സമയം. നമുക്ക് നോക്കണം, വേണമെങ്കിൽ റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആമേൻ, അവിടെ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൽഷദായി ആകുന്നു. ആമേൻ, ഞാൻ അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാകുന്നു, ഞാൻ സർവ്വശക്തനാകുന്നു. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം, ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവം, എല്ലാത്തിനും പര്യാപ്തനായ ദൈവം, ആമേൻ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദൈവം എന്നൊക്കെ പരമാധികാരിയായ ദൈവം, ആവശ്യത്തിൽ കൂടുതൽ, അതായത് മോർ ദാൻ സഫിഷ്യൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആമേൻ, തൻ്റെ പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്ന ദൈവം. ആമേൻ, 99 വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനെ നിലനിർത്തുന്ന ഒരു വെളിപ്പാടാണ് ഈ കിട്ടിയത്. അതായത് 99 വയസ്സുള്ള അബ്രഹാമിനോട് പറയുക, അബ്രഹാം, യു ഡോണ്ട് വറി, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അത് ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവ മുമ്പാകെ ബോധപൂർവം ജീവിക്കണം. വ്യാജമായ രീതിയിലല്ല ജീവിക്കേണ്ടത്. കർത്താവിനോടുള്ള ആ കോൺഷ്യസ്നെസ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത്, ദൈവം എന്നെ കാണുന്നുണ്ട്, ഞാൻ കർത്താവിനെ കാണുന്നു, കർത്താവ് എന്നെ കാണുന്നു, ആ ഒരു ബോധ്യത്തിൽ വേണം നീ ജീവിക്കുവാൻ. അല്ലെങ്കിൽ പറഞ്ഞത്, നീ എൻ്റെ മുമ്പാകെ പതിവായി നടക്കുകയും ജീവിക്കുകയും പരിപൂർണനായിരിക്കുകയും ചെയ്യുക. അതായത് കുറ്റമില്ലാത്ത പൂർണ്ണ ഹൃദയത്തോടെ പരിപൂർണമായി നീ എൻ്റെ മുമ്പാകെ നടക്കണം. എൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം പറഞ്ഞാൽ നിർമ്മലതയോടെ നീ എല്ലായ്പ്പോഴും എൻ്റെ സാന്നിധ്യത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റമറ്റവനും സമ്പൂർണവനായും എന്നെ അനുസരിക്കണം. അതാണ് ദൈവഭയമെന്ന് പറയുന്നത്. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭയമാണ്. അതായത് എന്തുവാകാം, പാട്ടുമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷെ ദൈവഭയമില്ല. ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നടക്കുന്നത്, എൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്, ഞാൻ ജീവിക്കുന്ന കർത്താവിൻ്റെ കൂടെയാണ്. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ദൈവഭയം എന്ന് പറയുന്നത്. അതായത് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞു, യഹോവ ഭയത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞു യഹോവ ഭയത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അപ്പനോടുള്ള ബഹുമാന പുരസ്സരമായ ഒരു ഭയമുണ്ട്. പിള്ളേർക്ക് മാതാപിതാക്കളെ പേടിക്കുന്ന, മാതാപിതാക്കൾ അടിച്ച് ഓടിക്കുമെന്നുള്ള ഭയമല്ല, മാതാപിതാക്കളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടുള്ള ഭയമാണ്.
അതുപോലെ നമുക്കും നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തോടെ നമുക്ക് ആ ഒരു ഭയം വേണം. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് മഹത്വം കൊണ്ടുവരാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്ന ഒരു വലിയ ബോധ്യം നമുക്ക് വേണം. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ മോശ ജനത്തിനോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം. അപ്പം അവങ്കലുള്ള ഭയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യത്തില്ല. ജോസഫ് പുത്തിഫറിൻ്റെ ഭവനത്തിൽ പാപം ചെയ്യാഞ്ഞതിന് കാരണം എന്നാ? ജോസഫിന് ദൈവഭയം ഉണ്ടായിരുന്നു. ജോസഫ് പറഞ്ഞു, ജോസഫിനെ കാണാൻ ആരുമില്ല, ആ പൊത്തിഫറിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, അവളാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ജോസഫ് പറഞ്ഞില്ല, ഞാൻ ചെയ്യത്തില്ല, കാരണം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യത്തില്ല. 2, എനിക്ക് എൻ്റെ യജമാനനോട് ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്, കാരണം നീ ഒഴികെ ബാക്കിയെല്ലാം യജമാനൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്കൊരു വിശ്വസ്തതയുണ്ട്. ഇതാണ് ദൈവഭയത്തിൻ്റെ ലക്ഷണം. ആമേൻ. അപ്പം ജോസഫ് എന്നാ പറഞ്ഞു? ഞാൻ പാപം ചെയ്യാൻ തയ്യാറല്ല, കാരണം അവങ്കലുള്ള ഭയം നമ്മളിൽ ഉണ്ടായിരിക്കുകയാണ്. അതാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ദൈവത്തിൻ്റെ ഭയമാണ്. ആ ഭയത്തിൽ ജീവിപ്പാൻ ദൈവഭയം പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കുമുണ്ട്. അപ്പം നമുക്ക് മോഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല. കള്ളം പറയാൻ പറ്റുമോ? ഇല്ല. ചീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിന്നെ ദൈവത്തിൻ്റെ ഭയം. അപ്പം ആ ദൈവഭയം നമ്മളെ കർത്താവ് കാണുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അടുത്ത ദിവസങ്ങളിൽ ദൈവഭയത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവഭയമുള്ളവരുടെ ജീവിതത്തിലെ നന്മകളൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പം ദൈവഭയമുള്ളവരായിത്തീരണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഭയം ഉണ്ടാകട്ടെ. അങ്ങയുടെ മുമ്പാകെയാണ് നടക്കുന്നെന്നുള്ള വലിയ തിരിച്ചറിവ് എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകട്ടെ. ദൈവഭയമുള്ളവരായി കർത്താവെ, ഞങ്ങളെ കാണുന്നവർ പറഞ്ഞു, ഇവർ ദൈവഭയമുള്ളവരാ, ഇവൻ ദൈവഭയമുള്ളവനാ, ഇവൻ ദൈവഭയമുള്ളവളാ എന്ന് പറയത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി പറ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സമുദ്രത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. ആമേൻ, ആമേൻ. I am blessed. I am really blessed. I am permanently blessed and highly favored. God bless you. God bless you. God bless you.